ഈ പറയുന്ന 6 ഗുണങ്ങൾ നിന്റെ ഭാര്യക്കുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തിരുത്തൂലേ? പറ മനുഷ്യന്മാരെ തിരുത്തൂലേ? ഒന്ന് എപ്പോഴും രോഗം നടിക്കുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവ് ഭാര്യയോട് പറയാ, ഐഷ ഒരിത്തിരി കട്ടൻ കാപ്പി ഇട്ടതാ, എനിക്ക് തലവേദന അയക്കാം, ഒരു രോഗമില്ല. ഓക്ക് ഒരു രോഗമില്ലെങ്കിലും രോഗം അഭിനയിക്കുന്നവൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ചില പെണ്ണുങ്ങളില്ലേ എപ്പോ നോക്കിയാലും ഓക്ക് രോഗമില്ലാത്തൊരു സമയം ഉണ്ടാവില്ല. തിന്നാൻ മാത്രം ഒരു കുഴപ്പമില്ല. ഏക്ക് എല്ലാ സമയത്തും രോഗം അഭിനയിക്കുന്നവൾ നല്ല ഭാര്യയല്ല. രണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവളാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. കെട്ടിയിട്ട് 20 വർഷം കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞിട്ട് 20 കൊല്ലമായി, മക്കളെ വരെ കെട്ടിച്ചു. ഇപ്പോഴും വഴക്കുണ്ടാകുമ്പോൾ ഇവള് പറയും, ഞാൻ വെറുതെ അല്ല വന്നത്, 20 പവനും ഏക്കറുമായിട്ടാണ് വന്നേ. നിങ്ങളുടെ പെങ്ങളെ കെട്ടിക്കാൻ കിടന്നപ്പോ എൻ്റെ സ്വർണ്ണ ഊരിയിട്ടാ കെട്ടിച്ചേ. നിങ്ങളുടെ വാപ്പ മരിക്കാൻ കിടക്കുന്ന കാലം വരെ ഞാനാ നോക്കിയേ. ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവൾ നല്ലവളല്ലെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഇങ്ങനെ ഒരു ഭാര്യ നിനക്കുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവൾ നിന്റെ ജീവിതത്തിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവളാ. 3 ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ മുന്നിലിരിക്കുക. ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വീട്ടിലെ ഐഷായും അവളുടെ ഭർത്താവും കൂടെ എവിടേക്കോ പോകാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങാം. അപ്പൊ ഇവൾ ഇവിടെ ഇരുന്നിട്ട് ഭർത്താവിനോട് പറയാ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. അങ്ങാരുടെ ബോഡി ഉണ്ടോ, ഇത് ഒടിഞ്ഞു കുത്തിയിരിക്കാം. സ്വന്തം ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് കണ്ടവനെ ആഗ്രഹിക്കുന്നവൾ നല്ലവളല്ലെന്ന് നബിയിനാ റസൂലുള്ളാഹി. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട്, ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ സുഖിച്ച് നടക്കണം, ആസ്വദിക്കണം, ഇങ്ങനെ ജീവിക്കണം. അവൾക്കതൊക്കെ കാരണം അവളൊക്കെ സീരിയലിൽ നിന്ന് യഥാർത്ഥ ജീവിതം പഠിച്ചിരിക്കുന്നത്. കണ്ടവനെ കണ്ടിട്ട് സ്വന്തം ഭർത്താവിൻ്റെ നട്ടലില്ലാത്തവന്മാർ കേട്ടിരുന്ന് ചിരിക്കാറുണ്ട്. അങ്ങനെ ചില ജന്തുക്കളുണ്ട്. സ്വന്തം ഭാര്യ ഇങ്ങനെ പറയുമ്പോൾ കേട്ടിട്ട് ചിരിക്കുന്നവർ. എൻ്റെ പ്രിയമുള്ളവരെ, അവർ വീടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവളാ. 4ാമത്തെ പെണ്ണ്, അവൾക്ക് ചോറ് വെക്കാനും സമയമില്ല, മക്കളെ നോക്കാനും സമയമില്ല, ഭർത്താവിനെ നോക്കാനും സമയമില്ല, വീട് നോക്കാനും സമയമില്ല. 24 മണിക്കൂറും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്നവളാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒടുക്കത്തെ ഒരുക്കമായിരിക്കും, എപ്പോഴും ഒരുങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പെണ്ണുങ്ങൾ ഒരുങ്ങണം, പക്ഷെ അതൊരു ആവശ്യത്തിനാണ്. 24 മണിക്കൂറും കണ്ണാടിയെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരുങ്ങുന്ന പെണ്ണ് അവൾ നന്മ നഷ്ടപ്പെടുത്തുന്നവൾ. അള്ളാഹു കാക്കുമാറാകട്ടെ. 5ാമത്തെ പെണ്ണ്, ഭർത്താവിൻ്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ അതൊന്നും അവൾക്കറിയണ്ട. ഭർത്താവിൻ്റെ കയ്യിൽ പണമുണ്ടോ ഇല്ല അതൊന്നും അവൾക്കറിയണ്ട. കാണുന്നത് മുഴുവനും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവളാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട്, ലുലു സെൻ്ററിൽ കൊണ്ടുപോയി ലോൺ എടുത്തിട്ടാ പോയെ, അവസാനം മുഴുവനും വാങ്ങിക്കൊടുത്തു, ഒന്നുമില്ല, വെളിയിലേക്ക് ഇറങ്ങി. അപ്പോഴാ അടുത്ത കടയിലൊരു മാക്സി കിടക്കുന്നു, അപ്പോഴും അവൾ പറയും അതും എനിക്ക് വേണം. അങ്ങനെ ചില ജന്തുക്കളുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അവർ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവളാ. 6ാമത്തെ പെണ്ണ്, ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടാൻ വിളിച്ച അവൾ പറയും എനിക്ക് ശുദ്ധിയില്ല, ഞാൻ കുളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ തടസ്സങ്ങൾ പറയുന്നവളാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നല്ല മക്കളെ കിട്ടണമെങ്കിൽ നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കൾ പിറക്കൂ, നല്ല വാപ്പയ്ക്ക് നല്ല മക്കൾ പിറക്കൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നല്ല മക്കളെ കിട്ടണമെങ്കിൽ 1ാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 2ാമത്തെ കാര്യം എന്തെന്നറിയുമോ? പടച്ചവനെ, ദീനുള്ള ഒരു പെണ്ണിനെ കണ്ട് വിവാഹമുറപ്പിച്ചു. ദീനുള്ള ഒരു പെണ്ണിനെ കണ്ട് വിവാഹമുറപ്പിച്ചു. അള്ളാന്റെ റസൂല് പറയുകയാ, ആദ്യമായിട്ട് ഈ ലോകത്ത് വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ചാ. ആദം നബിയുടെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹാ ഇവരുടെ വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ചാ. അതുകൊണ്ട് പള്ളിയിൽ വെച്ച് വിവാഹം നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നല്ല മക്കളെ കിട്ടണമെങ്കിൽ 2ാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്ക്. ഈ നാട്ടിൽ എത്രയോ ഹിന്ദുക്കളുണ്ട്, ഹൈന്ദവ വിശ്വാസിയുണ്ട്. എത്ര പണക്കാരനാകട്ടെ, എത്ര പാവപ്പെട്ടവനാകട്ടെ, ആരുടെയെങ്കിലും വീട്ടിൽ വെച്ച് വിവാഹം നടത്തിയതിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ?
അവരുടെ നിക്കാഹ് ഫംഗ്ഷനല്ല, നിക്കാഹ് വീട്ടിൽ വെച്ച് നടത്തത്തില്ല. ഒരൊറ്റ ഹിന്ദുവും ഒരൊറ്റ ക്രിസ്ത്യാനിയും വീട്ടിൽ വെച്ച് നിക്കാഹ് നടത്തത്തില്ല. പള്ളി കൊണ്ടുവച്ച് നടത്തൂ. കാരണം അവർക്ക് നല്ലതറിയാം, അവർക്ക് നല്ലതറിയാം. പക്ഷെ നമ്മൾ അങ്ങനല്ല. നമ്മൾ ആഡിറ്റോറിയത്തിൽ വെച്ചേ നടത്തൂ, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചേ നിക്കാഹ് നടത്തൂ. ഉസ്താദ് ഇങ്ങോട്ട് വരണം. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണം, നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണം. എങ്കിലേ ബറക്കത്തുണ്ടാകൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി ഇതപ്പോ ഇഷ്ടപ്പെടുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, ഇരുത്തം കണ്ടിട്ട് എന്തോ ഒരു ഷോക്ക് അടിച്ചതുപോലെ ഇരിക്കണോ? ഞാൻ പറയും. പറഞ്ഞില്ലെങ്കിൽ അള്ളാഹ് എന്നെ വെറുതെ വിടൂല, അള്ളാഹു എന്നെ വെറുതെ വിടൂല. കാരണം മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഒരു ചരിത്രം പറഞ്ഞുതരാം. അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിച്ചേക്കാൻ പറഞ്ഞു, ഒരു നാട് മുഴുവനും തലകീഴായിട്ടെടുത്ത് മറിക്കാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം നാട് മുഴുവനും നശിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ചെറിയ മുത്തല്ലിമായ പയ്യൻ ഇരുന്നിട്ട് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുക. ഫാത്തിഹ ഓതുന്നു അത്രേ. അള്ളാഹുവെ പടച്ചവനെ, ഒരു കുട്ടി ഇരുന്ന് ഖുർആൻ ഓതുന്നല്ല. അള്ളാഹു ജിബ്രീലിനോട് പറഞ്ഞു, ആ പയ്യൻ ഫാത്തിഹ ഓതിയതിന്റെ ബർക്കത്ത് കൊണ്ട് ശിക്ഷ മാറ്റിവെച്ച് എല്ലാത്തിനും വെറുതെ വിട്ടേക്കാൻ, നീ തിരിച്ചു വന്നേരെ വിളിച്ചു. ഫാത്തിഹ ഓതിയപ്പം രണ്ടാമതൊരിക്കൽ പറഞ്ഞു, ഒരു നാട് നശിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം പോയപ്പോ ഒരു ഉസ്താദ് നിസ്കരിച്ചുകൊണ്ടിരിക്കുക. ഈ വാദത്തിൽ അള്ളാഹ് ഫാത്തിഹ ഓതിയപ്പോൾ അള്ളാഹ് വെറുതെ വിട്ടു. അപ്പൊ പിന്നെ നിസ്കരിച്ചാൽ വെറുതെ വിടൂലേ? ജിബ്രീൽ ചോദിച്ചു, പടച്ചവനെ, ഒരു ഉസ്താദ് നിസ്കരിക്കുന്നല്ല, എന്ത് ചെയ്യണം പടച്ചവനെ? അള്ളാഹ് പറഞ്ഞു, ആദ്യം അങ്ങാരുടെ കാര്യവാരി അടിക്കും, ആദ്യം ഉസ്താദിനെ തലകീഴായിട്ടടി, പിന്നെ മറ്റുള്ളവരെ അടിച്ചാൽ മതി. അതെന്തേ പടച്ചവനെ? തൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് ആ ഉസ്താദ് തിരുത്തി കൊടുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആ കൂട്ടത്തിൽ പെടാൻ എനിക്ക് ആഗ്രഹമില്ല, ആ കൂട്ടത്തിൽ പെടാൻ. ഇനി ഹദീസ് ചിലപ്പോൾ ഇത് ഏത് കിതാബിലാണെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. എങ്കിൽ ഖുർആൻ എടുത്ത് നോക്ക്. ഖുർആനിൽ വിശ്വാസമുണ്ടല്ലോ. ഖുർആൻ ഒരു ചരിത്രം പറയുന്നു. ഒരു പ്രവാചകന്റെ സമുദായത്തെ അള്ളാഹു കൊരങ്ങനാക്കി മാറ്റി. അള്ളാഹു അവരെ കൊരങ്ങന്മാരായിട്ട് കോലം മാറ്റി. ലൂത്ത് നബിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ പറയുന്നുണ്ട്, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകരുതെന്ന് അള്ളാഹു പറഞ്ഞു. ഒരു പ്രവാചകൻ തൻ്റെ സമുദായത്തിനോട് പറഞ്ഞു, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകരുത്, അത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ദിവസമാണ്. എന്നിട്ട് മീൻ പിടിക്കാൻ പോയപ്പോൾ ആ പ്രവാചകൻ ദുആ ചെയ്തു, അള്ളാഹ് ഇവന്മാരെയൊക്കെ നീ കൊരങ്ങന്മാരാക്കിയിട്ട് കോലം മാറ്റണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ, പള്ളിയിലൊക്കെ നിസ്കരിക്കണ ചില ആൾക്കാരുണ്ടല്ലോ, ആ പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്നു. കടലിൽ പോയവന്മാർ തിരിച്ചു വരുമ്പോൾ കൊരങ്ങന്റെ തലയുമായിട്ട് കയറി വരുന്നത് കാണാൻ വേണ്ടി എല്ലാം ചിരിച്ചുകൊണ്ട് പോയി കടലിന്റെ ഓരത്ത് പോയി നോക്കിക്ക. അപ്പൊ ഈ പ്രവാചകൻ ദുആ ചെയ്തു, അള്ളാഹു ആദ്യം ഈ കരയിൽ നിൽക്കുന്നവന്മാരുടെ കോലം മാറ്റണേ എന്ന് ദുആ ചെയ്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം കരയിൽ നിൽക്കുന്നവർ. കാരണം ഇവന്മാര് കടലിലേക്ക് പോകുമ്പോൾ കയ്യെ പിടിച്ചിട്ട് പോകണ്ട എന്ന് ഇവർ പറഞ്ഞില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തെറ്റ് കണ്ട തിരുത്തണം. അതൊരു വിശ്വാസിയുടെ അടയാളമാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾ പള്ളിയിൽ വെച്ച് വിവാഹം നടത്തണം. ഇന്നത്തെ വിവാഹങ്ങളൊക്കെ എന്താണ് റബ്ബേ? പണക്കൊഴുപ്പ് കാണിക്കുന്നതല്ലേ? ഇന്നത്തെ വിവാഹങ്ങൾ എന്തെല്ലാം ആർഭാടങ്ങളാ! പള്ളിയിലെ സെക്രട്ടറിയുടെ മോളുടെ വിവാഹം, ഹാജിയാരുടെ മോളുടെ വിവാഹം, ഇമാമിന്റെയും പ്രവാസകന്റെയും മക്കളുടെ നിക്കാഹ്, എന്തെല്ലാമാണ് ഇത്! ചോദിച്ചാ ചില വാപ്പമാര് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, നിസ്കാര തടമ്പ് നെറ്റിയിലുണ്ട്. തന്റെ പൊന്നുമോളുടെ വിവാഹത്തിന്റെ അന്ന് നടക്കുന്ന പേക്കൂത്ത് കണ്ടിട്ട് മൈലാഞ്ചിയും അതിന്റെ കൂടെ നടക്കുന്ന ഗാനമേളകളും എന്തെല്ലാം വൃത്തികേട് കണ്ടിട്ട് വാപ്പാ എന്തേ എന്ന് ചോദിച്ചാ പറയും, ഉസ്താദ് ആകെ ഒന്നല്ലേ ഉള്ളൂ, ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല ഉസ്താദ്, ഞാൻ പറഞ്ഞാൽ എന്റെ മക്കള് കേൾക്കൂല. നാണമില്ലേ വാപ്പാ പറയാറ്? സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത വാപ്പമാര്, പണക്കൊടുപ്പ് കാണിക്കുന്ന ഉപ്പമാര്, പടച്ചവനെ എന്തെല്ലാം പേകൂത്തുകളാണ്! വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ, വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ. അവസാനം പാതിരാത്രി 12 മണി വരെ പേകൂത്തുകൾ കാണിച്ച് വെളുപ്പാങ്കാലം 7 മണി വരെ കിടന്നിറങ്ങി വിവാഹത്തിന്റെ അന്ന് സുബഹി നിസ്കരിക്കുന്ന എത്ര പേരുണ്ട്? വിവാഹ പെണ്ണ് പോലും നിസ്കരിക്കില്ല, വിവാഹം കഴിക്കുന്ന പയ്യൻ പോലും സുബഹി നിസ്കരിക്കൂല. 7 മണി വരെ കിടന്നിറങ്ങിയിട്ട് പിന്നെ ഒരുങ്ങി കെട്ടിയിട്ട് റബ്ബേ
എന്തെല്ലാ കോലങ്ങളാ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹം കഴിഞ്ഞു പിന്നെ എഴുന്നള്ളത്തിന് അമ്പലത്തിൽ നിന്ന് ആന വരുന്നത് പോലെ റബ്ബേ പെണ്ണിനെയും പയ്യനെയും വെച്ചിട്ട് ഘോഷയാത്രയാണ്. JCBയുടെ മുകളിൽ കൊണ്ടുപോകുന്നവരുണ്ട്, ടിപ്പർ ലോറിക്കകത്ത് കൊണ്ടുപോകുന്നവരുണ്ട്, സൈക്കിളിൽ കയറിയിട്ട് ചെണ്ടയടിച്ചുകൊണ്ട് റോഡിലൂടെ കൊണ്ടുപോകുന്നവരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എല്ലാ ചടങ്ങും കഴിഞ്ഞു. പാതിരാത്രി 10 മണിക്ക് പുതുമണവാളനും മണവാട്ടിയും മണിയറയിലേക്ക് കയറുമ്പോ ആ സമയത്ത് പോലും പോയിട്ട് പടക്കം പൊട്ടിക്കുന്ന ചെറുപ്പക്കാര്, ആ സമയത്ത് പോലും അവിടെ പോയിട്ട് എന്തെല്ലാം വൃത്തികേടുകൾ കാണിക്കുന്നവർ. എന്റെ ചെറുപ്പക്കാരാ, ഇല്ലടാ, ഒരിക്കലും നിനക്ക് നല്ല മക്കള് ജനിക്കൂലടാ. എന്റെ പെങ്ങളോട് പറയുന്നു, മോളെ, ഇതുപോലെയുള്ള വൃത്തികേടുകൾ നിന്റെ വിവാഹത്തിന്റെ ദിവസമുണ്ടോ, നിന്റെ മയത്തിൽ നല്ല മക്കള് ജനിക്കൂല. എന്നാൽ ഒരു യഥാർത്ഥ പെണ്ണെങ്ങനെന്നറിയോ, ദീനുള്ള പെണ്ണിനെ കെട്ടിയാൽ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വിവാഹം കഴിഞ്ഞു. സ്വർഗത്തിന്റെ റാണിയാണല്ലോ, വിവാഹം കഴിഞ്ഞു. അലിയാര് തങ്ങളും ഫാത്തിമയും മണിയറയിലേക്ക് കിടക്കുകയാ. അലിയാര് തങ്ങളും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല രണ്ടുപേരും മണിയറക്കകത്തേക്ക് കടന്നു പോകുമ്പോ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അലിയാര് തങ്ങള് വിളക്കങ്ങ് അണയ്ക്കുകയാണ്. ഫാത്തിമ മണിയറക്കകത്തേക്ക് കിടന്നപ്പോ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങ് അണയ്ക്കുകയാ. അല്പം സമയം കഴിഞ്ഞു. വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങിക്കരച്ചൽ കേൾക്കുകയാ. മണിയറക്കകത്തൊരു കരച്ചൽ കേൾക്കുകയാ. അല്ലാഹുവേ, അലിയാര് തങ്ങള് ഓടിച്ചെന്ന് നോക്കുമ്പോ കരയുന്നത് ഫാത്തിമയാ. അലിയാര് തങ്ങള് ചോദിച്ചു, ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഈ പണമില്ലാത്തവന്, ഈ സൗന്ദര്യമില്ലാത്ത എന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അലിയാര് തങ്ങളുടെ വാപുത്തി പിടിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു, അലിയേ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ. പിന്നെ എന്തിനാ ഫാത്തിമ കരഞ്ഞത്? അലിയേ, ഇന്ന് നമ്മുടെ മണിയറയല്ലേ, ഇന്ന് ജീവിതം തുടങ്ങുകയല്ലേ, നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ജീവിതം തുടങ്ങുകയാ. ഇന്ന് നമ്മുടെ ആദിരാത്രിയാ. ഈ മണിയറക്കകത്തേക്ക് ഞാൻ കടന്നു വന്നപ്പോ നിങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങ് പെട്ടെന്നണച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുവോ? അലിയേ, നമ്മൾ രണ്ടുപേരും പിരിയുന്ന ദിവസമാ. ജീവിതത്തിന്റെ ഒന്നാമത്തെ രാത്രി പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ, എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ രണ്ടുപേരും പിരിയുന്ന ദിവസമാ. ഒരാള് വീടിനകത്തും ഒരാള് 6 അടി മണ്ണിനകത്തും കിടക്കുന്ന ദിവസമാ. അലിയേ, ഈ വീടിനകത്ത് ഇത്ര ഇരുളാണെങ്കിൽ ഖബറിനകത്ത് എത്ര ഇരുളാലിയേ. എനിക്ക് ഖബറിനെ കുറിച്ച് ഓർമ്മ വന്നലിയേ. ചിരിക്കുന്ന മുഖത്തോടെ മണിയറയിലേക്ക് കയറി വന്ന ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. പുതുമണവാട്ട് കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അലിയേ, മണ്ണറ മണിയറയാക്കാമലിയേ. ഇന്നത്തെ ആദിരാത്രി 6 അടി മണ്ണിനകത്തെ ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ, അതാ അലിയേ മണിയറയാകേണ്ടത്. അവിടെയാണ് രക്ഷപ്പെടേണ്ടത്. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. രക്ഷപ്പെടേണ്ടത് അവിടെ അലിയേ. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് നമസ്കരിക്കാം. ഇന്നത്തെ രാത്രി ഖബറിന്റെ അകത്ത് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി, ഖബറ് പ്രകാശിക്കുന്നതിന് വേണ്ടി, ഖബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഇബാദത്ത് ചെയ്യാമെന്ന് പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു കൊടുത്ത ഭാര്യ.
അതാ പെണ്ണെന്ന് പറഞ്ഞ പടച്ചവനെ ഇന്നത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥയുണ്ടോ? ഹാജിയാരുടെ മോളാണെങ്കിലും ഹാജിയാക്കന്മാരുടെ മോളാണെങ്കിലും പള്ളിയിലെ ഇമാമിന്റെ മോളാണെങ്കിലും എത്ര വലിയവന്റെ മോളാണെങ്കിലും ആഡിറ്റോറിയത്തിൽ ഒരു കാഴ്ച കാണാം. ഓഡിറ്റോറിയത്തിൽ ഒരു കാഴ്ചയുണ്ട്. വിവാഹം കഴിഞ്ഞു, പിന്നെ ഫോട്ടോ സെക്ഷൻ തുടങ്ങാറുണ്ട്. ഫോട്ടോ സെക്ഷൻ തുടങ്ങുമ്പോ എടാ സ്വന്തം ഭാര്യയെ പിടിച്ചിട്ട് സ്വന്തം വിവാഹം കഴിച്ച അല്ലാഹു ഹലാലാക്കി തന്ന പെണ്ണിനെ വിവാഹം കഴിച്ചിട്ട് അവളുടെ ശരീരത്തൊന്ന് തൊടുന്നതിന് മുമ്പേ കൂട്ടുകാരുടെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഇവൻ എന്റെ കൂട്ടുകാരനാ ചേർന്ന് നിൽക്കെന്ന് പറഞ്ഞ് അല്ലാഹുവേ സ്വന്തം ഭാര്യയുടെ ഫോട്ടോ എടുക്കാ അനുവദിക്കുന്ന ചെറുപ്പക്കാരാ, രക്ഷപ്പെടുവോടാ പൊന്നുമോര്. അതിന് നാണമില്ലാതെ നിന്ന് കൊടുക്കുന്ന പെണ്ണുങ്ങള്. എങ്കിലെന്റെ പ്രിയപ്പെട്ട പെങ്ങള് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ അലിയാരിതങ്ങളോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ ഞാൻ മരിച്ച പകൽ എന്നെ കൊണ്ടുപോയി കബറടക്കല്ലേ, എന്നെ പകല് കബറടക്കല്ലേ, രാത്രിയിലെ കബറടക്കാവൂ. അലിയാര് നിങ്ങൾ ചോദിച്ച് എന്തേ ഫാത്തിമ, കാരണം എന്തേ ഫാത്തിമ? അവിടെന്ന് പറഞ്ഞു, അലിയേ എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല. എന്റെ ശരീരം നിങ്ങളല്ലാതെ ഒരന്യ പുരുഷനും ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്നെ പകലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കവറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരായിരിക്കുമല്ലോ അലിയേ. അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. കഫൻ തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന സമയത്ത് പോലും എന്റെ ശരീരത്തിന്റെ വടിവ് ഒരുത്തനും കാണാൻ പാടില്ല. അതുകൊണ്ട് രാത്രിയെ കബറടക്കാവൂ. ഈമാനുള്ള പെണ്ണങ്ങനാ. ഭർത്താവ് പറഞ്ഞാലും കണ്ടവന്റെ കൂടെ നിൽക്കൂല. കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഈമാനുള്ള ഒരു പെണ്ണും അനുവദിക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനാ. അവസാനം അലിയാര് തങ്ങളുടെ മടിയിൽ കിടന്നിട്ട് ഫാത്തിമ ചോദിച്ചു, അലിയേ പൊരുത്തം തരുവോ അലിയേ, പൊരുത്തപ്പെട്ടു തരുവോ അലിയേ, ഞാൻ പോവുകയാണ്, എനിക്ക് പൊരുത്തം തരുവോ? ആരാ ചോദിച്ചത്? ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നടന്നു പോവുകയാ. തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചലാ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ട് മക്കള് വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, മോളെ ഫാത്തിമ, കുഞ്ഞുങ്ങള് കരയുന്ന മോളെ, പാല് കൊടുക്കുമോള്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കടന്നു ചെന്നു. കരച്ചല് തീരുന്നില്ല. രണ്ടാമതും വിളിച്ചു പറഞ്ഞു, മൂന്നാമതും വിളിച്ചു പറഞ്ഞു. എന്നിട്ടും കരച്ചല് തീരാതെ വന്നപ്പോ റസൂലുള്ളാഹിന് ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവിടുന്ന് റസൂലുള്ള മകളെ വഴക്ക് പറയുകയാ. സ്നേഹമില്ലാതെ പോയോ ഫാത്തിമ, കരുണയില്ലാതെ പോയോ ഫാത്തിമ? രണ്ട് മക്കള് വിശന്ന് കരയുമ്പോ ഒന്ന് പാല് കൊടുക്കാനുള്ള മനസ്സ് പോലും നിനക്കില്ലല്ലോ. ഫാത്തിമ ബീവിക്ക് സഹിച്ചില്ല. മുഖം പൊത്തിപ്പിടിച്ചിട്ടിരുന്ന് തേങ്ങി കരയുകയാ. തന്റെ കരളിന്റെ കഷ്ടമിരുന്ന് കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ദേഷ്യമങ്ങ് മാറി. റസൂലുള്ള അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, മോളെ എന്തിനാ കരയുന്നത്? മക്കൾക്ക് പാല് കൊടുക്കാത്തതിന്റെ കാരണമെന്ത്? പൊട്ടിക്കരന്നുകൊണ്ട് പറയുന്നു, വാപ്പാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വാപ്പാ, പച്ചവെള്ളവും കാരക്കയും തിന്നുകൊണ്ട് നടക്കുകയാ. എന്റെ മക്കൾ രണ്ടുപേരും പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവര് പാല് ചൊരത്തിയപ്പോ എന്റെ മാറിടത്തിലെ പാല് ഒത്തിയിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു വാപ്പാ.
റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു പോയി. പട്ടിണി കിടന്നിട്ട് ഒരു പെണ്ണിന്റെ മാറിടത്തിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുകയാ. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു. വീടിനകത്ത് നിന്നിറങ്ങി നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിനകത്ത് നിന്നിറങ്ങി ഒരുപാട് ദൂരം ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് അവസാനം ഒരു യഹൂദിയുടെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. റസൂലുള്ള ചോദിച്ച് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ആ മനുഷ്യനറിയില്ല ഇത് അല്ലാഹുവിന്റെ റസൂലാണെന്നറിയില്ല. ചോദിച്ചു വല്ല ജോലി തരുമോ? ആ മനുഷ്യൻ പറഞ്ഞു എന്റെ ഈന്തപ്പന മരങ്ങൾക്ക് വെള്ളം കോരാനുള്ള ജോലി തരാ. ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് മരങ്ങൾ നനച്ചാ 3 കാരക്ക ഞാൻ കൂലി തരാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയും കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിൽ ചെന്നിട്ട് വെള്ളം കോരുകയാ. 3 തൊട്ടി വെള്ളം കോരി മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നൊടിച്ചു. 4ാമത് വെള്ളം കോരുന്നതിന് വേണ്ടി തൊട്ടിയെടുത്ത് കിണറ്റിലേക്ക് ഇടുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി അങ്ങ് കിണറ്റിൽ വീണുപോയി. അറിയാതെ തൊട്ടി അങ്ങ് കിണറ്റിൽ വീണുപോയി. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാണ്. റസൂലുള്ളാഹിന്റെ പുണ്യമായ മുഖത്തെ കടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. തല്ലുകൊണ്ടിട്ടും മിണ്ടിയില്ല, അടിച്ചിട്ടും മിണ്ടിയില്ല. ഓർമ്മ വന്നത് തന്റെ പൊന്നാര മക്കളുടെ മുഖമാ. അവസാനം കിണറ്റിൽ കിടന്ന് തൊട്ടിയെടുത്ത് ആരാ യഹൂദിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ചോദിച്ച് എന്റെ കൂലിയൊന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. 9 കാരക്കയെടുത്ത് കയ്യിൽ വെച്ച് കൊടുത്ത് അല്ലാഹുവിന്റെ റസൂല് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് ഓടുകയാ. ഓടിച്ചെന്നിട്ട് തളർന്നു കിടക്കുന്ന മക്കളെ എടുത്ത് മടിയിൽ കിടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് കാരക്ക പൊളിച്ചിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. ആർത്തിയോടെ തിന്നുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, വയറ് നിറച്ച ഭക്ഷണമല്ല. ഒരു കാരക്കയുടെ വലിപ്പം എനിക്കും നിങ്ങൾക്കും അറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് തന്റെ കൊച്ചുമക്കളുടെ വായിൽ വെച്ച് കൊടുത്തു. 2 പേരും തിന്ന് വിശപ്പങ്ങൽപ്പം മാറി. ഒരൽപ്പം വയറ്റിനകത്തേക്ക് ചെന്നപ്പം മുഖത്തൊരു പുഞ്ചിരി വന്നു. അല്ലാഹുവിന്റെ റസൂല് ബാക്കി വന്ന കാരക്കയെടുത്ത് കയ്യിൽ വെച്ചിട്ട് രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മകളെ വിളിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഫാത്തിമ മോളെ തിന്നാൻ കയ്യിൽ കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. ഇതുപോലെ പട്ടിണിയാണ് എങ്കിലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. പണക്കൊടുപ്പ് കാണിക്കുന്ന പണക്കാരാ, ലോണെടുത്തിട്ട് ആർഭാട വിഭാഗം നടത്തുന്ന വാപ്പാ. എന്റെ പ്രിയമുള്ളവരെ, പഠിക്കാനുള്ള ചരിത്രമാ. ഈ പെണ്ണാണ് ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് അവിടെ നിന്ന് ചോദിച്ച് എനിക്ക് പൊരുത്തം തരുവോ? ഏത് വാപ്പയുടെ മകളെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ 18 വയസ്സുള്ള ആയിഷയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് സക്കറാത്തിന്റെ അവസ്ഥയില് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പോയി. ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട് വാപ്പ പോയി. ആ വാപ്പയുടെ പൊന്നുമോള് ഭർത്താവിന്റെ മടിയിൽ കിടന്ന് പൊരുത്തം ചോദിച്ചിട്ട് പോയി. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, നല്ല മക്കള് നിനക്ക് പിറക്കണോ, നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിവാഹം പള്ളിയിൽ വെച്ച് വേണം നടത്താൻ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിവാഹം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാര്, മോനെ എന്തൊക്കെ കിട്ടിയാലും എത്ര ലക്ഷങ്ങളുടെ ഓഡിറ്റോറിയം വാങ്ങിയാലും മോനെ നിന്റെ വിവാഹം പള്ളിയിൽ വെച്ചേ നടത്താവൂ. കാരണം അവിടെ കണ്ടവന്മാര് കയറി വരൂല. നിന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നവർ മാത്രമേ നിന്റെ നിക്കാഹിന് പള്ളി വരൂ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ചില വിവാഹമുണ്ട്, ഉസ്താദന്മാരുടെ അവസ്ഥയിലേക്ക് ഉസ്താദന്മാരിങ്ങനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് ചോദിക്കും, പെണ്ണ് കെട്ടാൻ വരുന്നവൻ കോമാളിയെ പോലാ വരുന്നത്, എന്തെല്ലാം വലിച്ചു വാരി കയറ്റി അവൻ്റെ സ്വന്തം ഇഷ്ടത്തിലല്ല വസ്ത്രം പോലും ധരിക്കുന്നത്. കൂട്ടുകാർ പറയും ഇന്നതിട്ട്, ഇങ്ങനെ എഴുന്നള്ളത്തിൽ വരുന്ന ആനയെ പോലെ എല്ലാം വാരി വലിച്ചു കെട്ടി പള്ളിക്കകത്ത് വന്നിരിക്കും. അപ്പോഴാ ഖത്തീബ് ഉസ്താദ് കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും, മോനെ മഹർ എത്രടാ? പാപ്പ മഹർ എത്ര? പെണ്ണ് കെട്ടുന്ന പയ്യനോട് പള്ളിയിലെ ഖത്തീബ് അല്ലെങ്കിൽ സെക്രട്ടറി ചോദിക്കും, രജിസ്റ്ററിൽ എഴുതാനാടാ മഹർ എത്ര? ഉടനെ വാപ്പാനോട് ചോദിക്കുക എത്ര? ഇതാ ഇവ പെണ്ണ് കെട്ടാൻ വന്നിരിക്കുന്നവന്റെ അവസ്ഥ. ഉസ്താദ് പറഞ്ഞു കൊടുക്കും സവ്വജ്തുക, ഇവ ഇരുന്ന് തപ്പുക, സവ്വജ്തുക പറ. ഇതാ അവസ്ഥ.
ചിരി വരി നിക്കാഹ് നടത്തുന്ന ഉസ്താദന്മാർക്ക് പറയുന്ന അറബി വാക്ക് പോലും അതിൻ്റെ അർത്ഥം പോലും പറയാൻ അറിയാത്ത ചില സാധനങ്ങൾ. എന്ത് മനുഷ്യന്മാരാ! എന്നിട്ട് ഉസ്താദ് ദുആ ചെയ്യും അവസാനം, അയ്യുഹൽ അറൂസാൻ ബാറക്കല്ലാഹു ലക്കുമാ വബാറക, അല്ലാഹുവേ ഇവന് നീ അനുഗ്രഹിക്കണേ, നല്ല ജീവിതം കൊടുക്കണേ. അപ്പം ഇങ്ങനെ അളിയനെ കൂട്ടുകാരനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. എടാ പൊട്ടൻ, നിനക്ക് വേണ്ടിയ ദുആ ചെയ്യണേ. ഇതുപോലെ വേറെ ആരെങ്കിലും ദുആ ചെയ്യോ? സ്വന്തം വാപ്പ ദുആ ചെയ്യോ? ഇവന്റെ പുണ്യമായ വിവാഹം അല്ലാഹുവിന്റെ അർശുമായി ബന്ധിപ്പിച്ചിട്ട് പള്ളിയിലെ ഖത്തീബ് ദുആ ചെയ്യുക, ഇവന്റെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ചൊരിയണേ. കൈ ഇങ്ങനെ വെച്ചിട്ട് ആമീൻ പിടിക്കാൻ പോലും ഇല്ലാതെ വായി നോക്കി ഇറങ്ങി ആഡിറ്റോറിയത്തിൽ ബിരിയാണി തിന്നാനിരിക്കുന്നവനെ പോലെ ഇരിക്കുക. എന്താ സഹോദരങ്ങളെ, ചിന്തിക്ക്. വിവാഹം പള്ളിയിൽ വെച്ച് നടത്ത്, സുന്നത്തായ രീതിയിൽ നടത്ത്. അള്ളാഹു നിനക്ക് നല്ല മക്കളെ തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒരു ഹദീസും കൂടെ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, വിവാഹം പരസ്യമായിട്ട് നടത്തണം, രഹസ്യ വിവാഹം പാടില്ല. പരസ്യമായിട്ട് വിവാഹം നടത്തണം, രഹസ്യ വിവാഹത്തിൽ ബറക്കത്തില്ലെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഈ രഹസ്യ വിവാഹം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ വിവാഹം, അടിച്ചുകൊണ്ട് പോക്കണ്ടല്ലോ, പച്ച മലയാളത്തിൽ പറഞ്ഞ രഹസ്യ വിവാഹത്തിൽ ബർക്കത്തില്ല എന്നാണ്. ആ രഹസ്യ വിവാഹം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ വിവാഹം. വല്ലവൻ്റെ മോളെ അടിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ചങ്കൂറ്റൻ നെഞ്ചു വിരിച്ചെന്ന് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് വരുന്നത് അത് നല്ല സ്വഭാവമല്ല. പിന്നീട് വാപ്പയെ പോലെ ഇരുന്ന് കരയേണ്ടി വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന് ദീനുള്ള പെണ്ണിനെ കെട്ട്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മോനെ പള്ളിയിൽ വെച്ച് വിവാഹം നടത്തണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം എന്തായപ്പാ? തീരാറായി, 11 കാലായി. ഞാൻ പറഞ്ഞ സമയമായി. ബക്കറ്റ് എടുത്തു കഴിഞ്ഞു. എന്താപ്പാ 11 കാലിന് നിർത്താമെന്ന് ഞാൻ പറഞ്ഞു. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. വാക്ക് പാലിക്കാത്തവൻ സ്വർഗത്തിൽ പോകില്ല എന്നാ. ഒരൊറ്റ വാക്ക് പാലിക്കാത്തതിൻ്റെ പേരിൽ ആദം നബി കയറി കയറി രണ്ടുപേരും കയറി ഇവിടെ നിന്ന് വയല് കേൾക്ക്. ബക്കറ്റൊക്കെ പിന്നെ ഈ ഇരിക്കുന്നവർ ഇരുന്നിട്ട് ഇരുന്ന് ഇവിടെ ഇരുന്ന പിന്നെ ബക്കറ്റൊക്കെ വയല് കേട്ടോ. അവിടെ ഇരുന്ന ഇരിക്കണവർ ഈ ബക്കറ്റും കൊണ്ട് അങ്ങോട്ട് പോകണം, ഇറങ്ങി ഓടണം. എന്തിനാ? അവരൊക്കെ ഇരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എന്ത് ചെയ്യാനാ? 11 കാലായി. എന്ത് വേണം? കല്യാണമല്ലേ കഴിഞ്ഞുള്ളൂ. മണിയറയിലൊന്ന് കയറിയിട്ട് പൊക്കൂടെ? അങ്ങോട്ട് കയറ്റിയിട്ട് ഞാനങ്ങ് പോയേക്കാം ഇൻഷാ അല്ലാഹ്. ഇത്തിരി നേരം കൂടി ഇരിക്കൂലേ? എന്താ മനുഷ്യന്മാർ ഇരുന്നൂടെ? ആ വാക്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരും കൈപൊക്കിക്ക്. അല്ലാഹ്, പിരിവ് വല്ലതും വേണോ? പൈസ വല്ലതും വേണോ? പിരിക്കുവാണെങ്കിൽ ഇവിടെ പിരിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ നിർത്തിയേക്കാം ഇൻഷാ അല്ലാഹ്. ഒരു അരമണിക്കൂറും കൂടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞു മണിയറയിൽ കയറി. രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് മനസ്സ് തുറക്കാൻ തുടങ്ങുന്നത്. രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് ആദ്യം ചർച്ച ചെയ്യണത് എത്ര മക്കൾ വേണമെന്നാണ്. വിവാഹം മണിയറയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് മക്കളെ കുറിച്ച് ചർച്ച ചെയ്യുന്നവരാ. 2 വേണം. ഒന്നിനെ MA കാരനാക്കണം, ഒന്നിനെ MBBS കാരനാക്കണം. ചർച്ചയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ, നല്ല മക്കളെ കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. എൻ്റെ പ്രിയമുള്ളവരെ, നല്ല മക്കളെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള വാപ്പമാര്, നല്ല മക്കളെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഉമ്മമാര്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോനെ ദുആ ചെയ്യണേ, പൊന്നുമോനെ, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണേ. ദുആ ചെയ്തിട്ട് മക്കളെ നേടിയെടുക്കണം. ചെറുപ്പക്കാരാ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. എവിടെ നിന്നാ ദുആ ചെയ്തത്? അതാ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ, ഖാല യാ മറിയം അന്നാ ലകി ഹാദാ, ഖാല ഹുവ മിൻ ഇൻദില്ലാഹ്. അതാ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്നിട്ട് ആ കാലഘട്ടത്തിൽ ആ നാട്ടിൽ കിട്ടാത്ത പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുമ്പോ സക്കരിയ നബി ചോദിച്ചു, മോളെ മറിയമേ, എവിടെ നിന്നാ മറിയമേ? അല്ല തന്നതാണെന്ന് പറയുമ്പോ ആ നല്ല സ്ഥലത്തിരുന്നു കൊണ്ട് സക്കരിയ നബി അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, എനിക്ക് നല്ല മക്കളെ തരണേ അല്ലാ, സാലിഹായ സന്താനത്തെ തരണേ അല്ലാ. എന്റെ
പ്രിയമുള്ളവരെ പടച്ചുറപ്പ് കൊടുത്തു. ദുആ ചെയ്തിട്ട് മക്കളെ മേടിക്കുന്നവർ, റബ്ബിനോട് ദുആ ചെയ്തിട്ട് മക്കളെ കിട്ടാൻ ദുആ ചെയ്തിട്ട് ജീവിതം തുടങ്ങുന്നവര് 120ാമത്തെ വയസ്സിലെങ്ങാണ്ടായ സക്കരിയാ നബി ദുആ ചെയ്യുന്നത്. അവിടുന്നൊരു മകനെ കൊടുത്തു, പ്രായമായ കാലത്തൊരു കുഞ്ഞിനെ കൊടുത്തു. അല്ലാഹ് തന്നെ പേരിട്ടു യഹിയ എന്ന് പേരിട്ടത് പടച്ചറപ്പാ. അതിനു മുമ്പ് ഒരാൾക്കും യഹിയ എന്ന് പേരില്ല. പടച്ചവനെ ദുആ ചെയ്തിട്ട് വയസ്സാകാലത്ത് കിട്ടിയ പൊന്നുമൂർ 11 വയസ്സായി. വാപ്പ നോക്കുമ്പോ മകനെ കാണുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, സക്കരിയാ നബി തെരഞ്ഞു നടക്കുകയാണ്. പാതിരാത്രിയായിട്ടും പൊന്നുമോനെ കാണാതെ വന്നപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ പോയിട്ട് സക്കരിയാ നബി അല്ലാഹുവോട് പറഞ്ഞു, വയസ്സാകാലത്ത് തന്നതാ വയസ്സാകാലത്ത് നീ എനിക്ക് തന്നതാ റബ്ബ്. എത്ര കൊല്ലം കരഞ്ഞിട്ട് കിട്ടിയതാ എന്റെ മോനെ കാണുന്നില്ല റബ്ബേ, എനിക്കവനെ തിരിച്ചു തരണേ എന്ന് ദുആ ചെയ്തിട്ട് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോ ഖബർസ്ഥാനിൽ ഒരു കരച്ചിൽ കേൾക്കുകയാ. പള്ളിക്കാട്ടിലൊരു കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുന്നു. സക്കരിയാ നബി കരച്ചിൽ കേൾക്കുന്ന ഭാഗത്ത് ചെല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന കബറിനകത്ത് ഒരു പൊന്നുമോനിരുന്ന് കരയുകയാ. പഴക്കം ഇടിഞ്ഞു കിടന്ന കബറിനകത്ത് പാതിരാത്രി 11 വയസ്സുള്ള യഹിയ എന്ന് പറയുന്ന പൊന്നുമോനിരുന്ന് കരയുകയാ. വാപ്പ ചോദിച്ചു, മോനെ യഹിയ, എന്തിനാടാ കബറിനകത്തിരുന്ന് കരയുന്നത്? എന്തിനാ മോനെ ഇവിടെ ഇരുന്ന് കരയുന്നത്? അവിടെന്ന് പറഞ്ഞു, വാപ്പാ, അവസാനം വന്ന് കിടക്കേണ്ടത് ഇതിനകത്തല്ലേ. 11 വയസ്സുള്ള പൊന്നുമോൻ ഇടിഞ്ഞ കബറിനകത്തിരുന്ന് കരയുകയാ. എന്തിനാ മോനെ കരയുന്നത്? പാപ്പ, അവസാനം വന്ന് കിടക്കേണ്ടത് ഇതിനകത്താ. കബറിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ പൊന്നുമോന് ദുആ ചെയ്തിട്ട് മക്കളെ നേടിയെടുക്കണം. റബ്ബിനോട് നല്ല മക്കളെ കിട്ടണമെങ്കിൽ 3 അല്ലാഹുവോട് ദുആ ചെയ്യണം. അല്ലാഹ്, നീ എനിക്ക് സാലിഹായ മക്കളെ തരണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, കണ്ണിന് കുളിർമയാകുന്ന, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന, എന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുന്ന, എന്നെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന സാലിഹായ മക്കളെ തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഉമ്മ അന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് കൊല്ലമായി മക്കളില്ല. ഒരു ദിവസം മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോ ഒരു തള്ളയുണ്ടല്ലോ, ഒരു പർവ്വതന്റെ വായിൽ ഭക്ഷണം വെച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ആ കാഴ്ച ഇങ്ങനെ കണ്ടപ്പോ അന്നത്തു ബീബി അല്ലാഹുവോട് പറഞ്ഞു, റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, സാലിഹായ സന്താനത്തെ തരണേ എന്ന് ദുആ ചെയ്തു എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ നല്ല മക്കളെ കിട്ടണോ? 3ാമത്തെ കാര്യം, നീ റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3ാമത്തെ കാര്യം, അള്ളാഹിനോട് പറയണം, പടച്ചോനെ എനിക്ക് നല്ല മക്കളെ കിട്ടുന്നതിന് മുമ്പേ ദുആ ചെയ്യണം. ദുആ ചെയ്തിട്ട് നേടിയെടുക്കുന്ന മക്കൾ സാലിഹീങ്ങളാകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. മണിയറക്കകത്ത് കടന്നു, ഭാര്യയും ഭർത്താവും ജീവിക്കാൻ തുടങ്ങി. ബന്ധപ്പെടുന്നതിൽ പോലും മസലകളുണ്ട്. ആഗ്രഹത്തോടുകൂടി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 3 അദബെങ്കിലും ഉണ്ട്, 3 മര്യാദ. 1, ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും മക്കളും കൂറ കയറിയെന്ന് തിന്നൂന്ന. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും മക്കളും കൂടെ കയറി ഇരുന്നിട്ട് തിന്നും. ഇതുപോലെ തന്നെ ഹദീസിന്റെ കിതാബിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ഹദീസിൽ കാണാം, ബിസ്മി പറയാതെ ശാരീരികമായി ബന്ധപ്പെട്ടാൽ അതിന് മുമ്പേ ശൈത്താൻ സ്കലിക്കുമെന്ന. എൻ്റെ പ്രിയമുള്ളവരെ, ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണം. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്, ഒരു വരിയേ ഉള്ളൂ. ആ ദുആ നീ പറയണം. 3, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഔറത്ത് പരസ്പരം കാണാൻ പാടില്ലെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഔറത്തുകൾ
ബന്ധപ്പെടുന്ന സമയത്ത് കാണാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ കാര്യം, എൻ്റെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നീയത്തിന് വല്ലാത്ത പരിഗണനയാണ്. നീയത്തിന് വല്ലാത്ത പരിഗണന. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ എനിക്കിതിലൂടെ നല്ല മക്കൾ ജനിക്കണമെന്ന ആഗ്രഹത്തോടെ ബന്ധപ്പെടുന്നത്. അല്ലാതെ ഇപ്പോഴെങ്ങും വേണ്ട, 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി, 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി. ഇനി കഷ്ടകാലത്തിനെങ്ങാനും പെണ്ണ് ഗർഭിണിയായിപ്പോയ ഭർത്താവിനോട് പറയും കഴിയിക്കളയാ. അയാൾ പറയും എന്തായാലും കിട്ടിയില്ലേ പറ്റൂല, എന്തായാലും കിട്ടിയില്ലേ പറ്റൂല. അവസാനം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്ക. മനസ്സില്ല, മനസ്സോടെ കിട്ടിയ മക്കൾ നന്നാവൂല. നീയത്ത് നന്നാക്ക്, എങ്കിലേ നല്ല മക്കളെ കിട്ടൂ എന്ന് നബിയിനാ റസൂലുള്ളാഹി വിശദീകരിക്കുന്നില്ല. അവിടെ നിന്ന് ഭാര്യ ഗർഭിണിയായി. അങ്ങനെ വിവാഹമെല്ലാം കഴിഞ്ഞൊരു 1.5 മാസം 2 മാസം അല്ലെങ്കിൽ കുറേ നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം ഭർത്താവിൻ്റെ ഫോണിലൊരു കോള് വന്നു. ഭാര്യ അസമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇക്ക എനിക്ക് നിങ്ങളെ ഇപ്പം കാണണം, അത്യാവശ്യമായിട്ട് വീട്ടിൽ വരണം. ഭർത്താവ് എവിടെയോ നിൽക്കുക, ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു അത്യാവശ്യമായി എനിക്ക് നിങ്ങളെ ഇപ്പം തന്നെ കാണണം. എന്തേ പെണ്ണെ? ഇവിടെ വന്നിട്ട് പറയാം, അത്യാവശ്യമായിട്ട് കാണണം. ആലപ്പുഴയിൽ നിന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പറന്ന് വീട്ടിലേക്ക് വന്നു. ഇവിടെ വന്നപ്പം ഭാര്യ ചിരിക്കുന്ന മുഖത്തോടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഇവൻ ചെന്നിട്ട് ചോദിക്കും, എന്തേ പെണ്ണെ വിളിച്ചത്? ഒന്നും മിണ്ടുന്നില്ല, ഇരുന്ന് ചിരിക്കുക, നാണം കുണുങ്ങി നിൽക്കുന്നു. അവസാനം എത്ര ചോദിച്ചിട്ടും പറയാതെ വന്നപ്പം പറഞ്ഞു ഉമ്മാനോട് പോയി ചോദിക്കാൻ. അടുക്കളയിൽ പോയിട്ട് ഉമ്മായോട് ചോദിക്കും, എന്തേ ഉമ്മ? ഉമ്മ ആ സമയത്ത് മകനോട് പറയും, മോനെ അവക്ക് വിശേഷമുണ്ടടാ, നിന്റെ ഭാര്യ ഗർഭിണിയാണ്, നിന്റെ ഭാര്യ ഗർഭിണിയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭർത്താവിനോട് ഭാര്യ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് ഭർത്താവ് അറിയുന്ന സമയത്ത്, ഒരു പെണ്ണറിയേണ്ട സമയത്ത് എന്തേ ചെയ്യണ്ടേ? നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാര്യ ഗർഭിണിയാണെന്ന് ഭർത്താവിനോട് പറഞ്ഞ ഓനൊപ്പം തന്നെ മൊബൈൽ എടുത്തിട്ട് അളിയാ ഇന്ന് വൈകിട്ട് പാർട്ടിയുണ്ട്, ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഇതാ ഭാര്യ ഗർഭിണിയായെന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ വാട്സപ്പിലൂടെ ഇന്ന് വൈകിട്ട് എല്ലാവരും കാണണം, കണ്ടവരെ മുഴുവനും വിളിച്ചു പറയുക. എങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയും? ഒരു പെണ്ണ് ഗർഭിണിയാണെന്നറിയുമ്പോൾ ഭർത്താവ് ചെയ്യേണ്ടതെന്തേ? ഭാര്യ ചെയ്യേണ്ടതെന്തേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എൻ്റെ പ്രിയമുള്ളവരെ, ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫലമ്മാ അസ്കർത ദഅവല്ലാഹ റബ്ബഹുമാ ലഇൻ അതൈതനാ സാലിഹാ വനകൂന മിനശാകിരീൻ. ഭാര്യ ഗർഭിണിയാണെന്ന് ഭർത്താവിനോട് പറയുമ്പോ ആ സമയത്ത് ഭർത്താവ് പറയേണ്ടത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, അല്ലാഹുവേ, ഇതിനെ സാലിഹായ സന്താനത്തിൽ പെടുത്തണേ അല്ലാ, ഇതിനെ നല്ല കുഞ്ഞുങ്ങളിൽ പെടുത്തണേ അല്ലാ, ഖുർആൻ പറഞ്ഞ മക്കളിൽ പെടുത്തണേ അല്ലാ, ഇസ്മായിൽ നബിയെ പോലെയാക്കണേ അല്ലാ, യഹിയാ നബിയെ പോലെയാക്കണേ അല്ലാ, ഫാത്തിമ ബീവിയെ പോലെയാക്കണേ അല്ലാ. അവിടെ നിന്ന് ദുആ ചെയ്യണം. എന്നിട്ട് പറയണം, വനകൂന മിനശാകിരീൻ. അങ്ങനെ ആക്കി തന്ന ഞാൻ നിന്നോട് നന്ദിയുള്ളവനാകുമല്ല, നിന്നോട് നന്ദി കാണിക്കുമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവര്, പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, 2 പെണ്ണുങ്ങളെ നിങ്ങളെ കണ്ടുപഠിക്കണം, റോൾ മോഡലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, പരസ്പരത്തിലെ ദീപ്തിമോടെയല്ല, ചന്ദനമടയിലെ പെണ്ണിനെയല്ല, കറുത്തമത്തിലെ പെണ്ണിനെയല്ല. സീരിയലിന്റെ നായികമാരാണ് യഥാർത്ഥ നായികമാരെന്ന് കരുതുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് 2 പെണ്ണുങ്ങളെ കണ്ടുപഠിക്കണം. ഒന്ന് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ. സൂറത്തുൽ മറിയം എന്ന് പറയുന്ന ഒരു സൂറത്ത് തന്നെയുണ്ട്. മറിയം ബീവിയെ കണ്ടുപഠിക്കണം, ആസിയ ബീവിയെ കണ്ടുപഠിക്കണം. യാ മറിയം ബീവിയുടെ ഉമ്മയാരെന്നറിയുവോ? ആ മറിയം ബീവിയുടെ ഉമ്മ ഗർഭിണിയായപ്പോ ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ഗർഭിണിയായപ്പോ ദുആ ചെയ്തിട്ട് വാങ്ങിച്ചതാ, ദുആ ചെയ്തിട്ട് നേടിയതാ. അതാ ഗർഭിണിയായപ്പോ അവിടുന്ന് വയറ്റത്ത് കൈവച്ചിട്ട് ഹന്നത്ത് ബീവി അല്ലാഹുവോട് പറഞ്ഞു, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി. അന്നത്ത് ബീവി വയറ്റത്ത് കൈവച്ചിട്ട് ഗർഭിണിയായ
ഗർഭിണിയായപ്പോ അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ ഇത് നിന്റെ പള്ളിക്കുള്ളതാ, അല്ലാ ഇതിന് നിന്റെ പള്ളിക്ക് ഞാൻ നേർച്ച ചെയ്യുന്ന തമ്പുരാന് എന്ന് ദുആ ചെയ്തു എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ, അതുകൊണ്ടാണ് ചെറുപ്പക്കാര് ഉസ്താദേ എന്റെ ഭാര്യ ഗർഭിണിയാ, ആൺകുഞ്ഞാണെങ്കിൽ അവനെ ഹാഫിളാക്കണം ഉസ്താദ്, ആൺകുഞ്ഞാണെങ്കിൽ ഹാഫിളാക്കണം ഉസ്താദ്, ദുആ ചെയ്യണേ എന്ന് പറയുന്ന മക്കളുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പൊന്നുമോനെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോ യദൂലഹു ഔലാദന സാലിഹാ, സാലിഹായ സന്താനമാകാ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ